നോക്കണ്ട കേട്ടോ, ഇന്ന് നല്ല അടിപൊളി തട്ടിക്കൂട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കനിലേക്ക് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം, ഗരം മസാലയുടെ പൊടി, പിന്നെ വേണ്ടത് മല്ലിപ്പൊടി, നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ചേർത്ത് കേട്ടോ. ഇനി കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ടിട്ട് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റോടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. ഇനി നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒന്ന് ചതച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിലേക്ക് ചെറുതായിട്ടെരിഞ്ഞ ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം. ഇനി നമുക്ക് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഒരു 1/4 ഭാഗം വേവാകുമ്പോൾ അതിനകത്തേക്ക് ചതച്ച് വെച്ച കുരുമുളക് കൂടി ചേർത്ത് വെച്ച് നല്ലതുപോലെ ഇളക്കി ഒരു 2 മിനിറ്റ് സമയം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.